ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ട്രൂവേ ഇൻ്റർനാഷണൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദുബായ് നഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നഴ്സസിന് എങ്ങനെ ഫ്രം ദുബായ് നഴ്സിംഗ് കൗൺസിൽ നിങ്ങൾക്ക് ഗുഡ് സ്റ്റാൻഡിങ്ങും വെരിഫിക്കേഷനും ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്ന് വി ബോത്ത് ആർ ഗോയിങ് ടു ഡിസ്കസ് വിത്ത് യു ഓൾ. അപ്പോൾ നമുക്ക് ദുബായുടെ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു നഴ്സിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഗുഡ് സ്റ്റാൻഡിങ്ങിന് അപ്ലൈ ചെയ്യാം, ഓരോ വെരിഫിക്കേഷൻ അപ്ലൈ ചെയ്യാം? നമുക്ക് മെയിനായിട്ട് വേണ്ടത് ദുബായിയുടെ ലോഗിൻ ID ആണ്. പിന്നെ നമ്മുടെ ഡിഗ്രി ഏതാണ് ക്വാളിഫിക്കേഷൻ, BSc ആണെങ്കിൽ BSc ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി, ഇക്കാമ ID, മെയിൽ ID, ഫോൺ നമ്പർ. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ്. നമുക്കിതിൻ്റെ എത്ര ഡേയ്സ് എടുക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ? നമുക്ക് നോർമലി DHAയുടെ നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് എടുക്കാനായിട്ടൊരു വിത്തിൻ ഒരു 15 വർക്കിംഗ് ഡേയ്സിലൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിൽ ഒരു പ്രൊസീജിയർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഫോം ഫില്ല് ചെയ്ത് കിട്ടുന്ന ഒരു പ്രൊസീജിയറാണ്. അതിൽ ഈ ഫോമിന് ട്രാക്കിംഗ് തന്നിട്ടല്ല, അതായത് യൂഷ്വലി നമ്മൾ സൗദിയിലൊക്കെ ചെയ്യുന്ന പോലെ കൊറിയർ അല്ല അയക്കുന്നത്, അവർ മെയിലാണ് അയക്കുന്നത്. അതായത് DHAയുടെ നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് മെയിലായിരിക്കും പോകുന്നത്, പക്ഷേ അവർ ഫോം ഫില്ല് ചെയ്യും. ഓക്കെ, പക്ഷേ ചില കൗൺസിൽസിൽ അത് ഗുഡ് സ്റ്റാൻഡിംഗ് ഒക്കെ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അതായത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പം DHAയുടെ കൗൺസിലിൽ ആക്ച്വലി നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് ഗുഡ് സ്റ്റാൻഡിംഗ് ആണെന്നുണ്ടെങ്കിൽ വിൽ ഗെറ്റ് എ ഗുഡ് സ്റ്റാൻഡിംഗ് കോപ്പി. ആ ഒരു കോപ്പി നമുക്ക് കിട്ടുന്നതിനോടൊപ്പം ഡയറക്റ്റ്ലി ഏത് അതോറിറ്റിയിലേക്കാണോ നമ്മൾ ഇനി മൈഗ്രേറ്റ് ചെയ്യുന്നത്, വെദർ ഇറ്റ്സ് അബുദാബി ആണോ, കുവൈറ്റ് ആണോ, ഖത്തർ ആണോ, അങ്ങോട്ടേക്കൊരു ഇമെയിൽ പോവും. അലോങ് വിത്ത് ദാറ്റ് നിങ്ങൾക്കും ഒരു കോപ്പി കിട്ടും. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് എ വെരിഫിക്കേഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വെരിഫിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് ആ ഫോമിന് മെയിൽ ചെയ്ത് കൊടുക്കും ടു ദാറ്റ് കൺസേൺഡ് അതോറിറ്റി. പക്ഷേ കാൻഡിഡേറ്റിന് അതിൻ്റെ ഒരു കോപ്പിയോ കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്തതെന്നുള്ളത് കാൻഡിഡേറ്റിന് കോപ്പി കിട്ടില്ല, ഡയറക്റ്റ്ലി മെയിലായിട്ടായിരിക്കും പോകുന്നത്. സോ അത് ഒന്ന് ഓർക്കുക. ഓക്കെ, മേ ബി അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ എമിറേറ്റ്സ് ID ആണ് നമുക്ക് വേണ്ടത്. എമിറേറ്റ്സ് ID ഉണ്ടെങ്കിൽ അത് വേണം. DHAയുടെ ലൈസൻസ്, ഇക്കാമ ID അല്ല, എമിറേറ്റ്സ് ID ആണ്. സോ നോട്ട് ദാറ്റ്. അതുപോലെ തന്നെ DHAയുടെ ലോഗിൻ ഡീറ്റെയിൽസ് ഓൾറെഡി ഷെറിയാനിൽ പോർട്ടലിലോ ഇതിൻ്റെ യൂസർ ID പാസ്വേഡൊക്കെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലോഗിൻ ഡീറ്റെയിൽസും കൂടെ തരണം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ട്രൂവയുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ ഇതിൽ DHAയുടെ ലൈസൻസ് മാൻഡേറ്ററി ആണ്. ചിലർ ഈ വിസിറ്റിങ്ങിലൊക്കെ പോയിട്ടൊക്കെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വെരിഫിക്കേഷനോ ഗുഡ് സ്റ്റാൻഡിങ് എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ മേ ബി അത് പോസിബിൾ ആയിരിക്കില്ല. എത്ര നാൾ വർക്ക് ചെയ്തിട്ട് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു നേഴ്സ് ആയിരിക്കണം. അതായത് ദുബായിലെ ഒരു ലൈസൻസ്ഡ് നേഴ്സ് ആയിരിക്കണം നിങ്ങൾ, എങ്കിൽ മാത്രമേ അവിടെ നിന്ന് ഒരു ഗുഡ് സ്റ്റാൻഡിങ്ങോ വെരിഫിക്കേഷനോ കിട്ടത്തുള്ളൂ. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. Stay tuned. Bye. Okay.